ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ശത്രുക്കളെ സ്നേഹിക്കുക. ക്രിസ്തീയ ജീവിതം എപ്രകാരം മുന്നോട്ട് പോകണമെന്നും നമ്മുടെ ആത്മീയത എന്ത് എന്നും നമ്മുടെ പ്രവർത്തന ശൈലി എപ്രകാരമായിരിക്കണമെന്നും നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന വചനഭാഗമാണല്ലോ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിത രീതികളെയും ചിന്തകളെയും ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളാണ് ക്രിസ്തു ഈ അധ്യായത്തിൽ മുഴുവൻ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോഴും അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന ചോദ്യത്തോടുകൂടെയാണ് അവിടുന്ന് ആരംഭിക്കുന്നത്. അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ലേവ്യരുടെ പുസ്തകങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ വ്യക്തമായി നമുക്ക് ധ്യാനിക്കാനും വായിച്ചെടുക്കാനും പറ്റുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ ശത്രുവിനെ ദ്വേഷിക്കുക എന്നത് വചനത്തിൽ വളരെ സ്പഷ്ടമായെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ്. സങ്കീർത്തനങ്ങളിൽ വളരെ വിദൂരമായിട്ടുള്ള ഒരു ചിന്ത ഇതുമായി ബന്ധപ്പെടുത്തി നൽകുന്നുണ്ട് എങ്കിൽ പോലും ശത്രുവിനെ ദ്വേഷിക്കണമെന്ന് വചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്തതാണ്. അപ്പോഴും ഇന്നിൻ്റെയും ആ പഴയ കാലഘട്ടത്തിലും ശത്രുവിനെ ദ്വേഷിക്കുക എന്നത് വളരെ സ്വാഭാവികമായ ഒരു ജീവിത രീതിയും അതിൽ തെറ്റുണ്ട് എന്ന് കരുതാത്ത ഒരവസ്ഥയും ഉണ്ട് എന്നത് വളരെ സത്യമാണ്. ശത്രുക്കളെ ദ്വേഷിക്കുക, മാറ്റി നിർത്തുക എന്നത് ജീവിതക്രമത്തിൻ്റെ ഒരു ഭാഗമായി എടുത്തിട്ടുള്ള ഒരു തലമുറ അന്നും ഇന്നുമുണ്ട് എന്ന് പറഞ്ഞു വെക്കാതെ വയ്യ. അവിടെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എന്താണ് പ്രതിഫലം? സകല മനുഷ്യരും അപ്രകാരം തന്നെ ചെയ്യുന്നുണ്ട് എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ, ഏറെ പ്രത്യേകിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ, ശത്രുവിനെയും ചേർത്ത് പിടിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള വിളിയുണ്ട് എന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായി മാറുക എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിന് 2 സാധ്യതകളുണ്ട്. ദ്വേഷിക്കുവാനും ചേർത്ത് പിടിക്കുവാനുമൊക്കെയുള്ള സാധ്യതകളാണ്. ഒരു ഉദാഹരണമായി പഴയ നിയമ ചരിത്രത്തിലെ ജോബിന്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ കൊടിയ സഹനങ്ങളിലൂടെ ആരോഗ്യവും സമ്പത്തും സകലതും നഷ്ടപ്പെടുന്നുണ്ട്. ജീവിത പങ്കാളി പോലും അദ്ദേഹത്തെ ദുഷിച്ച് സംസാരിക്കുമ്പോൾ ഈ മനുഷ്യന്റെ ചിന്തകളും ധ്യാനങ്ങളുമൊക്കെ ദൈവത്തിലേക്ക് ഉയരുകയാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് നാമം വാഴ്ത്തപ്പെടട്ടെ. അവിടെ ജോബിന് ദൈവത്തെ നിരാകരിക്കാമായിരുന്നു. ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സഹനങ്ങളെ ഓർത്ത്, സകലതും നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വലിയ വ്യഥയിൽ ദൈവത്തോട് പരിഭവിക്കാമായിരുന്നു. എന്നാൽ ജോബ് ആ സാധ്യതയിലേക്ക് പോയില്ല എന്നുള്ളതാണ്. സമാനമായ ചിന്തയിലൂടെയാണ് പഴയ നിയമ ചരിത്രത്തിലെ ജോസഫിന്റെ ജീവിതവും കടന്നു പോവുക. തൻ്റെ സഹോദരങ്ങൾ, തന്നെ വിറ്റുകളഞ്ഞ സഹോദരങ്ങൾ, അവരെ ശത്രുവായി കണ്ട് അവരെ ദ്വേഷിക്കാമായിരുന്നു, അവരോട് ശത്രുത പുലർത്താമായിരുന്നു. അപ്പോഴും ജോസഫിന്റെ ജീവിതം മാതൃകാപരമായി മുന്നോട്ടു പോകുന്നു. ഈശോ നമ്മെയും ക്ഷണിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ജീവിതാവസ്ഥയിലേക്കാണ്. ജീവിതത്തിന് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, ശത്രുവിനെ സ്നേഹിച്ചും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ജീവിതത്തെ വിശുദ്ധമാക്കുക. 2, ശത്രുവിനെയും പീഡിപ്പിക്കുന്നവരോടും വൈരാഗ്യബുദ്ധിയുടെ കയ്പുനീർ കുടിച്ച് സ്വന്തം ജീവിതത്തെ തന്നെ പാപമാക്കി മാറ്റുക. ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്? അവിടുന്ന് എന്നോട് പറയുന്നു, സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുക. എന്തെന്നാൽ ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ അവിടുന്ന് സൂര്യൻ ഉദിപ്പിക്കുകയും മഴ പെയ്യിക്കുകയും ചെയ്യുന്നില്ലേ? അതെ, ഞാൻ നനയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. ഞാൻ കൊള്ളുന്നവയിൽ ദൈവത്തിൻ്റെ കരുണയാണ്. എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. ജീവിതത്തെ കുറച്ചുകൂടെ നമുക്ക് വിശുദ്ധമാക്കാം.